മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറിനെ നിയമിച്ചതിൽ വിമർശനവുമായി CPIM. ബംഗാളിലെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ കേരളത്തിൽ നിയമനം നടക്കുകയാണെന്ന് മുൻമന്ത്രി പി രാജീവ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് കൊള്ള നടത്തി ആ വലിയ കൊള്ളയ്ക്ക് വലിയ അംഗീകാരമായിട്ടാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിയമിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലെ സെക്രട്ടറിയായി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ നിയമിക്കുന്നത് പൊതുവെ ഇപ്പോൾ വലിയൊരു ആശങ്കകൾ സമൂഹത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായ സംഗതിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ബംഗാളിൽ എടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിൽ ഈ കാര്യത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടതുണ്ട്. രത്തൻ യു ഖേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ആക്കിയത് എന്തിനുള്ള പ്രതിഫലമെന്നാണ് VK സനോജ് MLA ചോദിച്ചത്. തീരുമാനത്തിൽ രാഷ്ട്രീയമില്ലെന്നും രത്തൻ യു ഖേൽക്കർ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പ്രതികരിച്ചു. അല്ല, രത്തൻ കേൽക്കർ എന്ന വ്യക്തിക്കെതിരെ നമ്മൾ അങ്ങനെ ആശയം ഉന്നയിച്ചില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. നല്ല സൗമ്യനായ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പല വകുപ്പുകളിലും പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നല്ലോ, ഞങ്ങളെ സഹായിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ നിയന്ത്രണത്തിലായിരുന്നില്ലല്ലോ അദ്ദേഹം. ബംഗാളിലെ കേസ് ഡിഫറൻ്റ് അല്ലേ? ബംഗാളിലെ ആക്ഷേപം എന്തായിരുന്നു? ആക്ഷേപം അന്നത്തെ കേന്ദ്ര ഭരണ കക്ഷിക്കെതിരെയായിരുന്നു ആക്ഷേപം. ആ കക്ഷി BJP ബംഗാൾ ഭരണം വന്നപ്പോഴാണ് അത് അവിടെ പിടിച്ച് അദ്ദേഹത്തെ ആക്കിയത്. അതാണ്. കൊള്ളയ്ക്കുള്ള പ്രതിഫലമാണോ അതോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമോ എന്ന് BJP നേതാവ് K. സുരേന്ദ്രനും ചോദിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട് ഈ വിഷയം. ഇതിൽ ഏറ്റവും യുക്തിഭദ്രമല്ലാത്തതായി തോന്നുന്നത് സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണം കൂടിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ പഴയ പരാമർശം മുൻനിർത്തിയാണ് ഈ സാഹചര്യത്തെ കേരളത്തിലെ നേതാക്കളൊക്കെയും അതിൽ പ്രതികരണം നടത്തുന്നത് എന്നതും പ്രധാനമാണ്. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? നമുക്ക് ഇക്കാര്യത്തിൽ അറിയാം. ഇതിനോടകം തന്നെ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇന്നലെയാണ് രത്തൻ യു ഖേൽക്കറെ, അതായത് ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കാനുള്ള തീരുമാനമെടുത്തതിന് ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ പുറത്തിറങ്ങുകയും ചെയ്യും. എന്നാൽ ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ വലിയ കൊള്ളയ്ക്ക് വലിയ പാരിതോഷികം എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. മാത്രമല്ല മറ്റ് AICC നേതാക്കളും അക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതേ കാര്യം തന്നെ കേരളത്തിൽ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നത്, രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇവർ ഉയർത്തുന്ന, അല്ലെങ്കിൽ ഈ BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രനും അതേപോലെ തന്നെ VK സനോജ് അടക്കമുള്ള ആൾക്കാരും ഉയർത്തിയിരിക്കുന്ന ഇതിലെ വിമർശനം എന്ന് പറയുന്നത്. മാത്രമല്ല രത്തൻ യു ഖേൽക്കറുടെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. 2003 ബാച്ച് IAS ഉദ്യോഗസ്ഥനപ്പുറത്തേക്ക് കണ്ണൂരിലടക്കം കളക്ടറായി പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നുള്ള ചോദ്യം അത് കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തു. എന്നാലും രാഷ്ട്രീയ വിവാദമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ബംഗാളിലെ സാഹചര്യം വെച്ച് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ പ്രതിരോധിച്ച് പ്രതിരോധിച്ചു പോവുക എളുപ്പമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലുള്ള നീക്കവും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും BJP ഈ വിമർശനം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അസിത. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അനൂപ്, രത്തൻ യു ഖേൽക്കർ എന്ന വ്യക്തിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കേണ്ട എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത്. രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് കോൺഗ്രസ് തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അവിടെയും ഒരു വ്യക്തികൾക്കെതിരെയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റെല്ലായിടത്തും ഒരു നിലയിലും കേരളത്തിൽ മറ്റൊരു നിലയിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണോ കോൺഗ്രസ് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നും അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.